ഹലോ! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാഗമണ്ണിലെത്തി. അപ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും ശരിക്കും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഏട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ആ ഒരു ഊഹം വെച്ചിട്ടാണ് ഏട്ടൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയുടെ സഹായത്തോടെ. പിന്നെ ഇവിടെയൊക്കെ ഈ ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നൊന്നും. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും സ്ഥലമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചും പറഞ്ഞുമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാഗമണ്ണിലെത്തി. അപ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന, പിള്ളേരുമൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന കുറേ ചിൽഡ്രൻസ് പാർക്ക് അത് കണക്കൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലായിടവും ഒന്നും പോകാൻ പറ്റത്തില്ല. മാത്രമല്ല ഇവിടെ മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. അങ്ങനെ കാറിനകത്തായതുകൊണ്ട് നമ്മൾ നനഞ്ഞില്ല. കുറച്ച് മഴയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു വൈകുന്നേരം സമയമായി കേട്ടോ. ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്തിന് ഒരു 5:30 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എല്ലായിടവും കയറി ഇറങ്ങാനുള്ള സമയം കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വാഗമൺ ഫുൾ എത്ര സ്ഥലങ്ങളുണ്ടോ അവിടെ ഫുള്ള് നമുക്ക് കറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ വാഗമൺ ഫുള്ള് കണ്ടിട്ട് നമ്മൾ മൂന്നാറിലോട്ട് യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മൂന്നാറിൽ ചെന്നിട്ട് സ്റ്റേ ചെയ്യാമെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിക്കുന്നത്. നടക്കുമോയെന്നറിയില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കവിടെ സ്റ്റേ ചെയ്യാമല്ലോ. എന്നിട്ട് രാവിലെ നമുക്ക് മൂന്നാർ ഫുള്ള് കാണാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം അത് സാധ്യമാവും എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കണ്ട് തന്നെ അറിയാം. ഏലപ്പാറ കുട്ടിക്കാനം കുമളി തേക്കടി ഉപ്പുതുറ കട്ടപ്പന തൊടുപുഴ എറണാകുളം ആറാട്ടുപേട്ടെന്നായിരിക്കും. ഇങ്ങോട്ടാണ് പോകുന്നത് എറണാകുളം തൊടുപുഴയൊക്കെ. കുട്ടിക്കാനം അറിയാമോ? നമ്മളിൽ പോയി. ഇവിടെയൊക്കെ കുറേ ജീപ്പുകളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ജീപ്പുകളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ വാഗമണ്ണിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ്. പച്ചവെള്ളം എടുത്ത് കുടിക്കാതെ കുഞ്ഞെ കൊണ്ട് വെക്കുക. തേയില നിർത്തിയല്ലേ. മാമി നമ്മൾ എന്തിനാ വന്നേ? ഇവിടെ എന്തിനാ വന്നയാ? കടയില് എന്തോ കുടിക്കാൻ വന്നയാ? പൊറോട്ടയും ചിക്കനും തിന്നാ. പൊറോട്ടയും ചിക്കനും തിന്നാ വന്നേ. അത് നമ്മൾ ചായ കുടിക്കാൻ വന്നേല്ലയോ? ആ
ചായ കുടിക്കാൻ വേണ്ടി ഒരു കട വന്നതാണ് കേട്ടോ. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുക. വാഗമൺ ഫുള്ള് കണ്ട് കറങ്ങി കറങ്ങി എല്ലായിടും പോയി കണ്ട്. വാഗമണ്ണി ഇനി കാണാൻ സ്ഥലമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കിയടി. നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. നമ്മളിനി പോകുന്നത് മൊട്ടക്കുന്നിലേക്കാണ്. അപ്പം അവിടെ ചെന്നിട്ട് കാണാൻ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളതെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. സ്ഥലം മാത്രമേ ഇങ്ങനെ ചോദിക്കുന്ന കേട്ടപ്പോൾ മനസ്സിലായത് കേട്ടോ. അടിപൊളി സ്ഥലം അത് കാണാൻ. ഈ മഴ മാറിയപ്പോഴത്തേക്ക് നല്ലൊരു തണുപ്പും നല്ല അന്തരീക്ഷമായി കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പുകയൊക്കെ മാറി അടിപൊളിയായി. നന്നായിട്ട് ആവിക്കാം, നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ എല്ലാം. നേരത്തെ ആണെങ്കിൽ കുറച്ചൊരു ഒരു ഡസ്കി ഫീലായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം മാറി നല്ല വെളുത്ത് തുടുത്തിങ്ങനെ ഇരിക്കുന്നു. ഇതുണ്ടാ ഈ മലയുടെ ഇത്രയും മല കയറി വന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഈ വീടും ഉണ്ട്, ഓട്ടോ സ്റ്റാൻഡ് വരെ ഉണ്ട്. തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. മതിയോ? വൈശികയുടെ പാട്ടൊക്കെ കേൾക്കും കേട്ടോ. സ്ഥലത്ത് നമ്മളിങ്ങോട്ട് വളഞ്ഞു വന്നേ ദൂരെയല്ലേ പോന്നെ. നീ എന്തൊരു പാട്ടടി പാടുന്നത്? ഫോണെന്തേ? ഗൂഗിളമ്മയോ? നമുക്ക് എവിടായിരുന്നു പോണ്ടേ? മൊട്ടക്കുന്ന്. ഒറ്റയ്ക്കൊക്കെ പോകുന്ന ആളുകളുണ്ടില്ലേ? സോളോ റൈഡറൊക്കെ ഇല്ലേ? ഉടനെ പോകുന്നുണ്ട് ഇല്ലേ?
കുഞ്ഞു JBC ഒന്ന് കണ്ടത്. ഓ, അടിപൊളി സ്ഥലം നോക്കി. കണ്ടാ? അയ്യോ, ഇതെന്തത്? ലെഫ്റ്റിലോട്ട് അടിപൊളി. നല്ല സ്റ്റെപ്പ് കണക്കിരിക്കും നമ്മുടെ ഇത് തേയിലത്തോട്ടം. ഒന്നുമില്ല, നമ്മുടെ പശുമാവ് വരുന്നണ്ട. കണ്ടില്ലേ നടന്നു വന്നേ? വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ വണ്ടി, ഞങ്ങൾക്ക് കാറുണ്ട്. വന്നിറങ്ങി ഇവിടെ ആയിരുന്നില്ലേ? ഇങ്ങനെ പോന്നേ? വണ്ടി നിർത്തട്ടെ. അയ്യോ, എന്റെ ചീനിയറ്റിലാന്ന് തോന്നുന്നു. പൊടിച്ചെന്ന് തോന്നുന്നു. കണ്ട ഇത് കണ്ടോ? തേയിലത്തോട്ടം കണ്ടോ? തേയിലത്തോട്ടം ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ കാണും ഇല്ലയോ? എനിക്കൊക്കെ അത് ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. തേയിലത്തോട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചായക്കകത്ത് തേയിലപ്പൊടി ഇല്ലയോ? ആ തേയിലപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് ഈ ഇലക്കകത്തുനിന്നാ മേളിക്കുന്ന മേളി ഇങ്ങനെ പച്ച ഉണ്ടായില്ല. പണ്ട് നമ്മള് പിച്ചി കാണിച്ചായിരുന്നു ഇതിനു മുമ്പ് പരുന്തുംപാറ പോയപ്പോ. ഇല ഉണക്കി പൊടിച്ച് കവറിലാക്കിയാ നമുക്കൊക്കെ തരും. സ്വാമിയെ ബസ്സിലൂടെ വന്നിട്ട് ജീപ്പ് വിളിച്ചു പോയാൽ എല്ലായിടത്തും കൊണ്ട് കാണിക്കാം. ശരി, നമ്മള് മോളെ അമ്മച്ച് പിന്നെ എഴുതി തരാം. വണ്ടി നിർത്തുമ്പോ അല്ലാണ്ട് എഴുതിയാലോ മോളെ ദേഹത്തൊക്കെ പറ്റും കേട്ടാ. നിർത്തട്ടെ മാവേ, അല്ല ഇപ്പഴല്ല, നിർത്തട്ടെ, വണ്ടി നിർത്തട്ടെ. അപ്പൊ അമ്മച്ചി പെട്ടെന്ന് എഴുതി തരാം. അങ്ങോട്ടിരിക്കുന്നുണ്ടോ? ആ പച്ച ഇല ഉണ്ടോ? ഗ്രീൻ ലീഫ്. അത് എടുത്ത് ഉണക്കി പൊടിച്ച് നമ്മുടെ ഈ മെഷീനകത്തൊക്കെ ഇട്ട് പൊടിക്കും. പൊടിച്ചിട്ടാണ് നമുക്ക് തേയില. അതിനകത്ത് ചിലപ്പോൾ മണമൊക്കെ അടിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ ചേർത്ത് അതൊക്കെ നമ്മൾ കഴിക്കുന്ന നമുക്ക് എല്ലാവരും ചേർക്കത്തില്ല, ചില ആളുകൾ നമ്മൾ കഴിച്ചാൽ നമുക്ക് രോഗങ്ങളുണ്ടാവും. പൊടിയും വെച്ച് നമ്മുടെ ചായ ഉണ്ടാക്കും. തീയൂല മലയുടെ മേളിൽ നോക്കിയേ, കല്ലിരിക്കുന്നു. മനുഷ്യനെ കൂടെ പേടിപ്പിക്കാനായിട്ടോ. ഓഫാക്കി കേട്ടോ. ഇവിടൊക്കെ ഭയങ്കര വലിയ റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്പൈസസ് പാർക്ക് എന്ന് പറഞ്ഞൊക്കെ. എന്തോടാ ആ അവിടെ വെക്ക്. നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഓരോന്നും കൊണ്ട് പോയിട്ട് രാവിലെ ഇറങ്ങി ഇത്ര അടുത്ത സ്ഥലം ഉണ്ടായിട്ട് നമ്മള് പോകുന്നില്ലേ? രാവിലെ ഇറങ്ങിയിട്ടേ ദൂരെ ഒരു 4 മണി ടൂറിസ്റ്റ് ഒക്കെ 3:30 ആകുമ്പോ തിരിച്ചിറങ്ങണം. 8-9 മണിയാകുമ്പോ വീട്ടിൽ ചെല്ലും. 8 മണി കേട്ടാ. നമ്മള് ചുമ്മാ കറങ്ങുന്ന ഈ മലയൊക്കെ കണ്ടുകൂടാ? അയ്യോ അത് നോക്കിയേ സ്ഥലങ്ങൾ. ചായ കുടിച്ചിട്ട് വന്ന സ്ഥലം മനുഷ്യന്റെ മുടിയൊന്ന് വെട്ടണം. എന്തെങ്കിലും ചെയ്യാണ്ട ഇപ്പൊ ചെയ്തോളാം. വണ്ടി നിർത്തി കഴിഞ്ഞാൽ ചാടി ഇറങ്ങിയ
ഓരോ സ്ഥലത്ത് ഈ മാറി സമയമില്ല ചെയ്യട്ടെ. പിന്നെ മുടി കെട്ടിത്തരാം, മോക്ക് മുടി കെട്ടിത്തരാം. ആ ഹലോ ആ ആ മക്കളെ എവിടുന്നായിരുന്നു? ആദ്യം നമുക്ക് 600 അടയ്ക്കണം. ഏലപ്പാറ, പൈൻവാലി, കട്ടപ്പന. ഇന്ന് ഇനി ഇല്ല, ഇന്നല്ല, ഇനി നമുക്ക് പാലാ 2 ദിവസം കോട്ടയത്തുനിന്നുണ്ടെങ്കിൽ ബസ്, ഇവിടുന്ന് അങ്ങോട്ട് ബസ്. തിരുവനന്തപുരം എത്തി കേട്ടോ. ഇവിടെ ഇല്ല, നമ്മുടെ ഊട്ടിയിലൊക്കെ പോലെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അടച്ചുപിടി. ഗ്ലാസ് ബ്രിഡ്ജ് എവിടാ? ഇവിടെ ഇല്ലല്ലോ, അടച്ചിട്ടേ വന്നല്ലേ. നോ പാർക്കിംഗ് ബോർഡ് വെച്ചേക്കുന്ന കേട്ടോ. എവിടെ? ഇതാണ് സ്ഥലം, പക്ഷെ അവിടെ അടച്ചേക്കുവാന്ന് തോന്നുന്നു. നമുക്ക് കയറാൻ പറ്റുമോ? ചടിയോ? ആണോ? കൊല്ലാൻ മിന്നുന്നുണ്ടോ? ഇവിടെ തുറക്കത്തില്ല കേട്ടോ. ഇവിടെ ഇടി വെട്ടിയതുകൊണ്ട്, മഴ പെയ്യുന്നോണ്ട് നിർത്തിയെന്ന് എന്നാണ് അവര് പറഞ്ഞത്. നമുക്കറിയാൻ വയ്യ. എന്തായാലും ഇത് അടച്ചു. കുറച്ചു നേരം ആയതേ ഉള്ളൂ എന്ന് അടച്ചിട്ട്. ഇല്ലെങ്കിൽ ഒരു 6 മണി വരെ ഇവിടെ കാണും. 6 മണി വരെ തുറന്നിരിക്കുന്ന സ്ഥലം കേട്ടോ, പക്ഷെ അടച്ചു. നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. മുട്ട ഉണക്കിരിക്കുക, അതാണ് ഈ മൊട്ടക്കുന്നെന്ന് പറയുന്നത്. ഉണ്ടല്ലേ മുട്ടയുടെ ഒരു മുട്ട അടിച്ചുണക്കിരിക്കും. ഇവിടെ മരങ്ങളൊന്നുമില്ല. നമ്മൾ മൊട്ടക്കുന്നിൻ്റെ ഫ്രണ്ട് വന്ന് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ. ഇവിടെ മഴ പെയ്തത് കൊണ്ടാണ് കേട്ടോ അടച്ചത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാണാമായിരുന്നു. ഇല്ല ബാ. നമ്മൾ മുട്ടക്കുന്നിന്ന് പോവാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് വഴിയിലൊന്നും കാണാൻ പറ്റത്തില്ല. ഇനി അഥവാ കാണാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇറക്കമായതുകൊണ്ടാ നമ്മള് സൂക്ഷിച്ചു വേണേ. അടിപൊളി.
ഇതാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ്. കണ്ട അവിടെ ടിക്കറ്റ് എടുക്കാം മോളെ. ടിക്കറ്റ് എടുക്കുമായിട്ട് ബാ അങ്ങോട്ട് നടക്കാം. ബാ ഇവിടെ നനയുന്നുണ്ട് ചെറുതായിട്ട്. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം നനയുമൊന്ന്. നല്ല മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ. വലുതായിട്ട് പെയ്യുന്നില്ല, പക്ഷെ മഴയുണ്ട്. അടിപൊളി കേട്ടത്. നേരിട്ട് കാണാനാ രസം. അയ്യോ മാവേ പതുക്കെ പതുക്കെ പോവാവേ, പതുക്കെ പോ. നീ അച്ഛയെ പിടിക്കാതെ, നീ അമ്മച്ചി നടക്കുന്ന പോലെ നടക്കുന്ന. ഇവിടെ പിടിച്ചോണ്ട് നടക്ക്, ഈ സൈഡിൽ പിടിച്ചോണ്ട് നടക്ക്. ചാടി ചാടി പോവാതെ വീഴും നമ്മള്. കണ്ടോ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുമെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോ. ഇതാണ് പൈൻ ഫോറസ്റ്റ്. ഇടിയുണ്ട് കേട്ടോ, ഭയങ്കര ഇടി. അയ്യോ നമ്മള് സിനിമയിലൊക്കെ കാണത്തില്ലേ? ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. മഴയായാലും ഇടിയായാലും എല്ലാം ഇങ്ങനെ. പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല. വൈശികാദേവിയാ? പക്ഷികളോ? ഞാൻ വിചാരിച്ചു വൈശികാദേവി ആണ്ട് അവിടങ്ങാണ്ടിരിക്കുന്നു. കൊല്ലാൻ മിന്നുന്നുണ്ട് കേട്ടോ, ഇടിയും വെട്ടുന്നുണ്ട്. അയ്യോ എടി പതുക്കെ പോവാവേ. നീയല്ലേ എന്നെ വലിച്ചോണ്ട് പോന്നേ. തെന്നി തെന്നി പോവല്ലേ, നമ്മൾ കാല് നല്ല ഗ്രിപ്പ് കൊടുത്തു വേണം. ഇതങ്ങ് പോണം കേട്ടോ കുറെ. ഇവിടൊക്കെ നേരിട്ട് വന്ന് കാണണം കേട്ടോ, അതാണ് ശരിക്കും അടിപൊളിയാണ്. ഇവിടൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന പശുവൊക്കെ നിപ്പുണ്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക്. കുഞ്ഞി പശുമാമ. അച്ഛയോ മേളിൽ കയറിപ്പോന്നു. പെണ്ണ് പോന്നു മൂക്കോ. മാവേ വീഴും മാവേ, പതുക്കെ കയറിപ്പോ. പശുമാമ ഇരിക്കുന്നുണ്ട, കുഞ്ഞിപ്പശു ഇരിക്കുന്നുണ്ട. വാ അയ്യോ പോ. ഹായ് കൊല്ലാൻ പറ്റുന്നു. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് മാക്രിയും ചീവീടും ഒക്കെ കരഞ്ഞോണ്ടിരിക്കുക. ഇങ്ങോട്ടൊന്ന് നോക്കി എന്തേ കാണുന്നേ. അടിപൊളി. അയ്യോ അങ്ങോട്ടങ്ങുണ്ട് കേട്ടോ. മാമ വീഴല്ലേ. അയ്യോ നീ എന്നെയും കൂടെ റൊട്ടിയിടുമല്ലോ. ഓടി പതുക്കെ പോ, പതുക്കെ പതുക്കെ പോ. അങ്ങോട്ട് പോ നീ. ഏട്ടാ ഇവിടെ അങ്ങോട്ടൊന്ന് പിടിക്കേട്ടാ. അയ്യോ ഇവിടെ ഫുള്ള് പൈൻ മരങ്ങൾ മാത്രം. ഇതിൻ്റെ ഇടയ്ക്ക് കുറെ കുഞ്ഞു പശുവും കൂടിയുണ്ട്. ഇവിടെ കുറെ വെട്ടിക്കുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മരങ്ങൾ. എനിക്ക് തോന്നുന്നു വീഴാറായ മരങ്ങളായിരിക്കും. കണ്ട അടിപൊളിയല്ലേ.
ഇവിടെ ശരിക്കും ഇങ്ങനെ ചരിഞ്ഞ് ഒരുപാട് ചരിഞ്ഞാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ ഈ മേളിലോട്ട് കയറുന്ന സ്ഥലത്തൊന്നും ഗ്രിപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാനും കയറാനും ഒക്കെ ഭയങ്കര പാടാണ്. നമ്മൾ കാല് നന്നായിട്ട് കുത്തി വെച്ചാലേ പറ്റൂ. അല്ലാണ്ട് പക്ഷേ ആ സംഭവം ഇട്ടിട്ടില്ലേ, അപ്പോൾ അതുവഴി വരുമ്പോൾ അത്രയും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഗ്രിപ്പൊക്കെ കിട്ടും. പക്ഷേ മറ്റേ കാലത്ത് കയറി കഴിഞ്ഞാൽ ഗ്രിപ്പ് കിട്ടത്തേയില്ല. നമ്മൾ തെന്നി അങ്ങ് താഴോട്ട് പോകും. ആ രീതിയിലാണ് കേട്ടോ അവിടെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ പേരിങ്ങനെ ഫോട്ടോ എടുക്കുന്നിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്തത്. ഫോണിങ്ങനെ താഴെ വെച്ചിട്ട് ഇങ്ങനെ മേള് ഫുള്ള് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ എടുത്തു. പക്ഷേ ഞങ്ങളുടെ അത്രയും വന്നില്ല. എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി, പക്ഷേ ഫോട്ടോ ഒക്കെ ഫ്ലോപ്പായിപ്പോയി കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. നമ്മൾ മഴ നനഞ്ഞ് കുഴഞ്ഞ്, മഴ ആയതുകൊണ്ട് ഞങ്ങൾ 2 കുട വാങ്ങിച്ചു. ഇതാ ഒന്ന് ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നു. ഭയങ്കര മഴ കേട്ടോ. പാവ എടുത്തുകൊണ്ട് നടന്ന് ഞാൻ കുഴഞ്ഞ്, എനിക്ക് കയറാൻ വയ്യായിരുന്നു. ഭയങ്കര ഇറക്കത്തോട്ടല്ലേ നമ്മൾ പോയേ. ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര കയറ്റം. അത് പാവ എടുത്തുകൊണ്ട് പശുക്കൾ പോകുന്നുണ്ട് അങ്ങോട്ട്. അതെല്ലാം കൂടി പൈൻമരക്കത്തിൻ്റെ ആ കാടില്ലേ, അവിടെ പോകുന്നു വൈകിട്ട് ഈ സമയമാകുമ്പം. എല്ലാവരും ഇറങ്ങുന്ന സമയമാകുമ്പോൾ അവിടെ പോയിട്ട് അവിടെ കിടന്നിട്ട് രാവിലെ തിരിച്ച് ഇങ്ങോട്ട് വരുമെന്ന്. ചില പശു പോയിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും, എന്നിട്ട് രാവിലെ വരത്തുള്ളൂ. ചിലത് മാത്രമേ ഉള്ളൂ തിരിച്ച് വീടുകളിൽ പോകുന്നത്. ഇത് സ്ഥിരം ഇവിടുത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. വേണ്ട, അടുത്ത ആളിവിടെ വേറെ ആളെ കാത്ത് നിൽക്കുവാണെന്ന് തോന്നുന്നു പോകാൻ വേണ്ടി. അപ്പം ഞങ്ങൾ പൈൻകാടുകളൊക്കെ കണ്ട് മഴയത്ത് നനഞ്ഞ് കുളിച്ച് എന്നിട്ട് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. കാറ് കിടക്കുന്നിടത്തോട്ട്. എന്നിട്ട് നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇനി അറിയത്തില്ല. ഇതുവരെ നമുക്കൊരുവിധം സ്ഥലങ്ങളൊക്കെ അറിയാമായിരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ. പിന്നെയുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ യാത്ര ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് എന്തോ കുറച്ച് 1-2 ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട്. വൈശുവിനൊരു ബാഗ്, എനിക്കൊരു ബാഗ്, അമ്മയ്ക്കൊരു ബാഗ്, പിന്നെ വാവയ്ക്ക് വേണ്ടൊരു കളിപ്പാട്ടം. അതൊക്കെ വെറുതെ ആണ്, എന്നാലും വാങ്ങിച്ചു. വാ വാ വാ. നമ്മൾ തമിഴ്നാട്ടിലും പുറത്തൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ അതാണ്ട് ഇവിടെയും പശുവൊക്കെ ഇങ്ങനെ വഴിയിലൊക്കെ നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഗർഭിണി പശുക്കളായി നിൽക്കുന്നതൊക്കെ. അങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ഗർഭിണികളാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് പോകാൻ വേണ്ടി ഓരോരോ വള്ളിക്കെട്ട് ആ വണ്ടിയുടെ ബാക്കിൽ എഴുതിയേക്കുന്നുണ്ടോ ഏട്ടാ, വണ്ടിയുടെ ബാക്കിൽ എഴുതിയേക്കുന്നുണ്ടോ ഓരോരോ വള്ളിക്കെട്ടെന്ന്. ആ വണ്ടിയുടെ ബാക്കിൽ എഴുതി വെച്ചേക്കുന്നു ടൂറിസ്റ്റിന്റെ. നമുക്ക് പോവാം. മോഡേൺ ബുൾ മദർ ഫാം. ആ ഇവിടെ ഇതാണ് കേട്ടോ, ഫാമാണിത്. ഓ ഇവിടുത്തെ പശുക്കളായിരിക്കും അതൊക്കെ കേട്ടോ. ഏട്ടാ ഇവരെല്ലാം ഈ സമയമാകുമ്പോൾ അങ്ങോട്ട് പോകുന്നു കേട്ടോ, പൈൻകാടിലോട്ട് കേട്ടാ. എന്നിട്ട് രാവിലെ ആകുമ്പോൾ തിരിച്ചു വരുമെന്ന്. ഇതാണ് നമ്മുടെ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത്. നന്ദി, വീണ്ടും വരിക. കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി ഇതോ കിടക്കുന്നത്, നമ്മൾ അങ്ങ് വരെ നടക്കണം. അപ്പം ഇതാണ് നമ്മുടെ ഫാം എന്ന് പറഞ്ഞത് കേട്ടോ. ഇൻസ്ട്രക്ഷണൽ ഡയറി ഫാം, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, BSc ഫാം, കോലാഹലമേട്. കോലാഹലമേടെന്നാണോ അതോ കൊൽഹലമേടെന്നാണോ? എന്തായാലും എന്തോ ഒരു മേട്. അയ്യോ അടിപൊളി. ഇതുകൊണ്ട് നോക്കിയേ, ഇതാണ് കേട്ടോ സ്ഥലം. നേരിട്ട് കാണുമ്പോൾ ദേണ്ടില്ല ആ 3 ബിൽഡിങ് കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. നല്ല ലൈറ്റിങ്ങും പച്ച കളർ. അയ്യോ നമ്മുടെ ഫ്രണ്ടിലൊരു വഴി മുടുക്കി പിടിച്ചു. നമ്മളിനി എങ്ങനെ പോകും? വാ എന്നെ പിടിച്ചോ. ഓ ഇല്ല, വണ്ടി വരുന്നുണ്ടോ?
ഓടിച്ചു. വീണ്ടുള്ള സംഭവം കണ്ട അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. ഇവരെല്ലാവരുടെ വേറെ കണ്ടോട്ടാ പോകുന്നത് കേട്ടോ. കുറേ ടീംസ് എല്ലാം കൂടെ പൈൻ കാടിനകത്തോട്ട് പോയി ഉറങ്ങാൻ വേണ്ടി. ഇവരെല്ലാവരും കൂടി വേറെ എവിടെയാണ് ഉറങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയത്തില്ല. ഇനി മിക്കവാറില്ല ഫാമിനകത്തോട്ടായിരിക്കും പോകുന്നത്. അവിടെ ഒരു വഴിയുണ്ട്, അപ്പോൾ അതുവഴിയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മളെ കുട എങ്ങനെയുണ്ട്? ഒരു കുട തോണ്ടേ, അത് കുറച്ച് വലിയ കുടയാണ് കേട്ടോ. ഇത് കുറച്ച് കുഞ്ഞു കുടയാണ്. എന്തായാലും നമുക്ക് കുട വേണമായിരുന്നു. ഒരു കുടയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ. ഇവർക്ക് എങ്ങോട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും കുടയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇരിക്കട്ടെ. കാറിലായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, കൊണ്ടുപോകാനും വരാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇവിടെ ഇപ്പോഴും ഇടിയും മഴയൊന്നും മാറിയിട്ടില്ല കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷം. നമ്മളിപ്പം ഇവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. വാഗമണ്ണിനോട് ഇന്നത്തേക്ക് വിടാം. നമ്മുടെ മുമ്പിലൊരു KSRTC ഉണ്ട്. നമ്മൾ കട്ടപ്പനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം. അപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ.